ഞാൻ ശ്രീജയോട് കുറെ കാലമായിട്ട് പറയുന്ന ഒരു കാര്യം സാധിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ശ്രീജ അത് ഇന്ന് വീട്ടിലേക്ക് പോകുന്നത്. അപ്പോൾ ശ്രീജ ആഴ്ച അവർ വീട്ടിലേക്ക് പോവാറുണ്ട്. അപ്പോൾ എന്തായാലും ഇന്ന് ശ്രീജ പോകുന്നത് എനിക്ക് വേണ്ടിയിട്ടാണ്. അപ്പോൾ എന്തായാലും വഴിക്ക് വെച്ച് തന്നെ ശ്രീജയൊക്കെ അച്ചാച്ചിനെ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അച്ചാച്ചിനെ കണ്ടപ്പോഴേക്കും അച്ചാച്ചിനെ കൊണ്ട് എന്തൊക്കെയോ സാധനങ്ങളൊക്കെ അൽക്കുലത്ത് വാങ്ങിപ്പിക്കുന്ന തിരക്കിലായിരുന്നു ശ്രീജ. അത് കഴിഞ്ഞ് നേരെ അവർ വീട്ടിലേക്കാണ് പോയെന്ന് തോന്നുന്നു. നൈറ്റിയൊക്കെ ഇട്ട് ശ്രീജ ഇറങ്ങി വന്നിട്ടുണ്ട്. എന്തായാലും കൊള്ളാം. അപ്പോൾ ഫസ്റ്റിലെ തന്നെ എനിക്ക് വേണ്ടിയിട്ടുള്ള സാധനം എടുക്കാൻ പോകുന്നെന്ന് ഞാൻ വിചാരിച്ചെങ്കിലും അത് തെറ്റി ഗൈസ്. കാരണം ശ്രീജ നേരെ പോയത് അടുക്കളയിലേക്കായിരുന്നേ. കാരണം ശ്രീജയൊക്കെ വരുന്ന പ്രമാണിച്ച് അമ്മ എന്തൊക്കെയോ സ്പെഷ്യലൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. അതെല്ലാം കാണാൻ വേണ്ടിയിട്ടാണ് ശ്രീജ പോയത്. നമ്മൾ വിചാരിക്കും അമ്മയെ ഹെൽപ്പ് ചെയ്യാനാണെന്ന്. അല്ല ഗൈസ്, അവളത് കാണാൻ വേണ്ടിയിട്ടാണ് പോയത്. ജസ്റ്റ് ഒന്ന് വീഡിയോ എടുക്കണം, പിന്നെ ഫുഡ് അടിക്കണം. അതൊക്കെയാണല്ലോ നമ്മുടെ ഒരു രസം. അങ്ങനെ ചെന്നപ്പോഴേക്കും അമ്മ നല്ല ചെമ്മീൻ ഫ്രൈയും ബീഫ് റോസ്റ്റും ഒക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഫസ്റ്റിലെ തന്നെ ഫുഡ് അടിച്ചിട്ടാണ് അവൾ ഞാൻ പറഞ്ഞ കാര്യത്തിലേക്ക് കടന്നതെന്നുള്ളതാണ് എനിക്ക് ഏറ്റവും വിറയിപ്പിച്ച സംഭവം. അങ്ങനെ ബീഫ് റോസ്റ്റും ചെമ്മീൻ ഫ്രൈ ഒക്കെ കൂട്ടി അവൾ ഫുഡ് അടിച്ച് എല്ലാവരും കൂടെ നന്നായിട്ട് എൻജോയ് ചെയ്തേ. സത്യം പറഞ്ഞാൽ എനിക്ക് കണ്ടപ്പോൾ ഭയങ്കര സന്തോഷം തോന്നി. എല്ലാവരും കൂടെ ഒന്നിച്ചിരുന്ന് ഹാപ്പി ആയിട്ട്. അത് കഴിഞ്ഞപ്പോഴേക്കും നേരെ ഞാൻ പറഞ്ഞ സംഭവത്തിലേക്ക് ശ്രീജ പോയി. വേറൊന്നുമല്ല, നമ്മുടെ കൂവയാണേ. ഈ കൂവച്ചെടി കൊണ്ടുവരാനല്ല ഞാൻ അവളോട് പറഞ്ഞത്. ഇഷ്ടംപോലെ കൂവയുണ്ടെന്ന് പറഞ്ഞ് എന്നെ കൊതിപ്പിച്ച് അവളൊരു വഴിക്കാക്കി വെച്ചിരിക്കുകയായിരുന്നു. അപ്പോൾ കുറച്ച് കൂവ കൊണ്ടുവരണമെന്ന് ഞാനിങ്ങനെ പറഞ്ഞു. കാരണം അവൾ അത് കൊണ്ടുവരാനുള്ള ഒരു പ്രിപ്പറേഷനിലായിരുന്നു എന്നൊക്കെ തോന്നണം. അവിടെ ചെന്നപ്പോഴേക്കും കൂവയുടെയൊക്കെ ഒരു പരിധി വരെയൊക്കെ അവൾ കുഴിച്ചെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് കുഴിക്കുന്ന വീഡിയോയും പറിക്കുന്ന വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ലെന്ന് എനിക്ക് തോന്നുന്നു. കാരണം എനിക്ക് പറിച്ചിങ്ങനെ കൈ പിടിച്ചിരിക്കുന്ന ഭാഗമാണ് കിട്ടിയത്. അപ്പോൾ എന്തായാലും കൂവയെല്ലാം പറിച്ചെടുത്ത് അവൾ വീട്ടിലേക്ക് കൊണ്ടുവരാനുള്ള ഒരു സെറ്റപ്പൊക്കെ ആയിരുന്നു. കാരണം എനിക്ക് കൂവ ഭയങ്കര ഇഷ്ടമാണ്. കാരണം പിള്ളേർക്കൊക്കെ കൊടുക്കാനായിട്ടൊക്കെ നല്ലതാണ്. പോരാത്തതിന് നമുക്കും ഒക്കെ കഴിക്കാൻ നല്ലതാണ്. എല്ലാം നല്ല ഹെൽത്ത് ബെനിഫിറ്റുള്ള സംഭവമാണ്. ശരീരത്തിന് നല്ല തണുപ്പ് തരുന്നതാണ്. അതൊക്കെ കൊണ്ട് തന്നെ കൂവ എനിക്ക് പൊടിയാക്കി വെച്ച് ഞാൻ വിലയ്ക്കൊക്കെ വാങ്ങിക്കുകയാണ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ഇവിടെ അവളുടെ വീട്ടിലുണ്ടെന്ന് പറഞ്ഞപ്പോഴേക്കും കൊണ്ടുവരാൻ പറഞ്ഞ് അങ്ങനെ പുള്ളിക്കാരി പോയി കൊണ്ടുവരുന്ന സീനാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നല്ല കഴുകി വൃത്തിയാക്കി അത് വീട്ടിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് റെഡിയാക്കി എടുക്കുകയാണ്. വരും ദിവസങ്ങളിൽ നമുക്ക് ഇതിൻ്റെ വീഡിയോയും കാണാം കേട്ടോ. ഇത് നമ്മൾ വീട്ടിൽ കൊണ്ടുവന്ന് വൃത്തിയാക്കി അരിഞ്ഞ് വെയിലത്ത് വെച്ച് ഉണക്കി പിന്നെ പൊടിച്ച് അരിച്ച് ഒക്കെ എടുത്ത് വേണം വെക്കാൻ. അപ്പോൾ ചിലപ്പോൾ കുറച്ചേ കാണത്തുള്ളൂ, എങ്കിലും അത് നമുക്ക് ഭയങ്കര ഗുണമാണ്. അപ്പോൾ എന്തായാലും എനിക്കിത് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.